നോക്കിയോ. അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 2 കൂടെ കൊടുക്കണം കേട്ടോ. 4 ആയില്ല, 4 2, ഇവിടെ ഒരു 2 കൂടെ കൊടുക്കണം, എന്നാലേ ബാലൻസ് ആവത്തുള്ളേ. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ട എഥനോൾ. എന്നാൽ ഇത് വൈൻ മേക്കിങ്ങിനകത്ത് ഈ പരിപാടിയാണ് നടക്കുന്നത്. വൈൻ മേക്കിങ്ങിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ, ഈ ഗ്രേപ്പ് നിങ്ങൾ പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ഗ്രേപ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, വെളിയിലായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അടുക്കി വെച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതിന്റെ ആ തൊലിപ്പുറത്ത് ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള സാധനമുണ്ട്. അത് 1-2 ദിവസം ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ വന്ന മുന്തിരിയുടെ മണ്ടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തില്ല. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ ആ മുന്തിരി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്കൊക്കെ ഒരു വെള്ളപ്പൊടി പോലൊരു സാധനം കാണും. അത് വേറെ ഒന്നുമല്ല, അത് ഈസ്റ്റ് ആണ്. മനസ്സിലായോ? അത് ശരിക്കും എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ക്രഷ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ ഈസ്റ്റ് പോയിട്ട് അതിന്റെ എന്താണ് നമ്മുടെ മുന്തിരിയുടെ അകത്തെ ഷുഗറുമായിട്ട് പോയി റിയാക്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ എൻസൈം അവിടെ റിയാക്ട് ചെയ്യുന്നത്, ഇൻവെർട്ടേസ് എന്ന് പറയുന്നത്. ആ ഷുഗറുമായിട്ട് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളവും അതേപോലെ തന്നെ അതിന്റെ ഷുഗറും ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നത്. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ നമ്മൾ അനേറോബിക് കണ്ടീഷനിൽ കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് സൈമൈൻസ് എന്ന് പറയുന്ന എൻസൈം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അത് ആൽക്കഹോൾ ആയിട്ട് മാറും. ഇനി നമ്മളത് കുറെ നേരം വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? കുറെ നേരം വെക്കുവാണെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ടൊക്കെ അങ്ങ് മാറും. നാക്കിൽ നല്ല തരിപ്പ് വരും. അത് നല്ല തരിപ്പ് എന്ന് പറയുമ്പോൾ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു മധുരം തരുന്ന രീതിയിൽ. പക്ഷേ പറഞ്ഞ പോലെ ഒത്തിരി പഴക്കമുള്ള വൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മദ്യപിച്ചാൽ മാത്രമല്ല നമ്മുടെ കിളി പോകുന്നത്. ഈ വൈനൊക്കെ നല്ല പഴക്കമുള്ള വൈൻ ഒരടപ്പിൽ നമ്മളിങ്ങനെ കുടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് തലയ്ക്ക് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമല്ല, എന്നാലും നമുക്കൊരു തലവേദന അല്ലെങ്കിൽ ഒരു തലചുറ്റല്, ഒരു ഡിസിനെസ് ഫീൽ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ആൽക്കഹോൾ, ഈ ഫോം ചെയ്യുന്ന ആൽക്കഹോളിനെ പല പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാ പറയുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ ഫെർമെന്റ് ചെയ്തുണ്ടാക്കിയ ആ ആൽക്കഹോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാ പറയുന്നത്. അതിനകത്ത് 0% വാട്ടറാണ്, മൊത്തം ആൽക്കഹോൾ ആയിരിക്കും. 100% ആൽക്കഹോളിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തു, അതായത് ഒരു 90 മുതൽ 96%, 95 മുതൽ 96% വരെ മാത്രമേ ഉള്ളൂ ആൽക്കഹോൾ കണ്ടന്റ്. ബാക്കി വെള്ളമാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനിയും വേറൊരു ടൈപ്പ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം. എന്താണെന്നറിയോ? ഇപ്പൊ ഈ പെയിന്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഈ എഥനോളും സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എഥനോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുടിക്കാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കിക്ക് കിട്ടും അല്ലേ? അപ്പം അവിടെ ജോലി ചെയ്യുന്നത് നമുക്കറിയാം, പെയിന്റ് ഇൻഡസ്ട്രിയിലൊക്കെ 10,000-50,000 പേരൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പൊ ഇവർ എഥനോൾ ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ആരാണെങ്കിൽ അവന്റെ മുതലാളി പിച്ചച്ചട്ടി എടുക്കത്തേ ഉള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യുന്നറിയോ, ആ എഥനോളിനെ കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഡീനേച്ചേർഡ് ആകും. അതായത് അതിനകത്ത് പൈരിഡീൻ അല്ലെങ്കിൽ മെഥനോൾ പോലെയുള്ള വിഷാംശങ്ങൾ, അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോകുന്ന രീതിയിൽ മറ്റ് സാധനങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യത്തില്ല, അത് മിസ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ആൽക്കഹോളിനെയാണ് നമ്മൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതും ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ, എഥനോളിന്റെ യൂസ് എന്ന് പറയുമ്പോൾ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാം, പെയിന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും നമ്മൾ എഥനോൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? നമ്മൾ എഥനോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എഥനോളിന്റെ ആവശ്യകതയാണ്. ശരിയല്ലേ? നമ്മൾ എഥനോളിനെ വെച്ചിട്ട് എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു, കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു. ആ പ്രിപ്പറേഷൻ ഒക്കെ എഥനോൾ ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ അത് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഓൾറെഡി കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എഥനോൾ. ഓക്കെ, അതിനും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഈതേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫ്രഷ് ടോപ്പിക്കാണ്, ഇതുവരെ ക്ലാസ്സിൽ കയറാത്തവർ ഇവിടെ മുതൽ മനസ്സിലാവും. ഓക്കെ, ഈതേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോർമുല ROR- എന്ന് പറയുന്ന ഫോർമുല. അതായത് ഓക്സിജന്റെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്, സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. ഇനി രണ്ട് സൈഡില്, ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ അറൈൽ ഗ്രൂപ്പ് വന്നാലും, രണ്ട് സൈഡിൽ അറൈൽ ഗ്രൂപ്പ് വന്നാലും അവർ ഈതർ കാറ്റഗറി. അതായത് ഇങ്ങനെ, അതായത് ഇവിടെ ഒരു ബെൻസീൻ റിംഗ് വന്നു, ഇവിടെ ഒരു O വന്നു, ഇവിടെ ഒരു R വന്നു, ഇതും ഈതർ കാറ്റഗറിയാ. ഇനി രണ്ട് സൈഡിൽ ഇതിനെ മാറ്റിയിട്ട് ഇവിടെയും എന്ത് വന്നു, ഇവിടെയും ബെൻസീൻ റിംഗ് വന്നാലും അപ്പോഴും എന്ത് തന്നെയാ, അത് ഈതർ കാറ്റഗറി. പക്ഷെ നമുക്ക് അതിനെ പറ്റി പഠിക്കാനില്ല. നമുക്ക് ഈ ആൽക്കൈൽ ആയിട്ടുള്ള കാറ്റഗറി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനിയും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കാനുണ്ട്. ഈ ഈതറിന്റെ ബെൻസീൻ റിംഗ് വരുന്ന
ഒരു കോമ്പൗണ്ട് ആണ് എന്താണ് മെത്തോക്സി ബെൻസിൻ അല്ലെങ്കിൽ എന്താണ് അനിസോൾ എന്നൊക്കെ പറയും. അതിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ പഠിക്കാം. പ്രിപ്പറേഷൻ നോക്കിക്കോണം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിനകത്ത് 3 മെക്കാനിസം പഠിക്കാനുണ്ട്. അതിലൊരു മെക്കാനിസം നമ്മൾ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനകത്ത് പഠിച്ചു. രണ്ടാമത്തെ മെക്കാനിസം ഇന്നലെ ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പഠിച്ചു. മൂന്നാമത്തെ മെക്കാനിസം നമ്മൾ ഇന്നിവിടെ ഈതറിന്റെ പ്രിപ്പറേഷനകത്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം. ഇവിടെ ഒന്നാമത്തെ ഒരു കാര്യം പ്രിപ്പറേഷനകത്ത് ബൈ dehydration of alcohol dehydration of alcohol. ഒന്ന് ഓക്കെ, ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. അപ്പം ഈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ തന്നെയല്ലായിരുന്നോ നമ്മുടെ എന്താ ഇതിന്റെ എന്തിന്റെ പ്രിപ്പറേഷനാ? നമുക്ക് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ചെയ്തപ്പോൾ നമുക്ക് ആൽക്കീൻ കിട്ടിയതായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത്. ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ചത് അതിന്റെ മെക്കാനിസം ആണ് നമ്മൾ പഠിച്ചത്. അപ്പം അതെങ്ങനെയാ? ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കീനും കിട്ടും, എന്നാൽ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് ഈതർ കിട്ടുമെന്നും പറയുന്നത്. അത് രണ്ടും നടക്കും, പക്ഷെ അവിടുത്തെ കണ്ടീഷൻസ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. നോക്കിക്കോളൂ, നമ്മൾ CH3 CH2 OH എടുത്തിട്ട്, അതാണ് എഥനോൾ എടുത്തിട്ട്, അതിനെ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കണ്ടീഷൻ 443 കെൽവിൻ ആണ് കൊടുക്കുമെങ്കിൽ അവിടെ ഇന്നലെ പഠിച്ച CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ആൽക്കീൻ ഉണ്ടാവും അല്ലെ, ഈത്തീൻ ഉണ്ടാവും പ്ലസ് H2O അല്ലെ. ഇതല്ല ഇവിടുത്തെ റിയാക്ഷൻ, ഇത് ഞാൻ ആ വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനിയും ഈ റിയാക്ഷൻ തന്നെ CH3 CH2 OH എടുത്തിട്ട് അതിനകത്ത് ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 എടുത്തിട്ട് ഒഴിച്ചിട്ട് 413 കെൽവിനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 413 എങ്കിലേ ഈതർന്ന് എഴുതിയിട്ട് ഒരു അര പേജ് വല്ലതും വിട്ടിട്ട് ഈതർന്ന് എഴുതിയിട്ട് പ്രിപ്പറേഷൻ എഴുതിയിട്ട് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് എഴുതുക, എന്നിട്ട് ഈ റിയാക്ഷൻ എഴുതി എടുക്കുക. ഓക്കെ, അപ്പം CH3 CH2 OH അതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തു, 413 കെൽവിൻ ടെമ്പറേച്ചറാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ഈ ഒരു മോളിക്യൂൾ ആയിരിക്കും, CH3 CH2O CH2 CH3 ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നോക്കി ഒറ്റ വ്യത്യാസമേ നടത്തിയുള്ളൂ. എന്താണെന്നറിയാമോ? ഇവിടെ 443 കെൽവിൻ കൊടുത്തപ്പോൾ ഇവിടെ ഈതീൻ ഉണ്ടായി. അതേ റിയാക്ഷൻ തന്നെ 413 കെൽവിനാ കൊടുത്തപ്പോൾ അവിടെ ഈതർ ഉണ്ടായി. ഇവിടെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈതൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടെ 2 ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ എപ്പോഴും ആലോചിച്ചോണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ. കണ്ടോ, ഡീഹൈഡ്രേഷൻ നമുക്ക് ഇവിടുന്ന് വാട്ടർ പോയി. ഇവിടുന്ന് നോക്കി, ഇവിടുന്ന് OH-ഉം H-ഉം കൂടെ ചേർന്നിട്ട് വാട്ടർ പോയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ രണ്ട് ഇതുണ്ട്. ഏതൊക്കെയാ? CH2OH ഉണ്ട്, വീണ്ടും വേറൊരു CH2OH ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒന്ന് നോക്കിയേ, CH3 CH2OH രണ്ട് മോളിക്കൂൾ, CH3 CH2OH നോക്കിയേ, ഇവിടെ നിന്ന് ഒരു H-ഉം ഇവിടെ നിന്ന് ഒരു OH-ഉം കൂടെ ആണ് ഈ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിക്കുമ്പോൾ പോകുന്നത്. ബാക്കി കണ്ടോ, CH3 CH2O, ഇവിടെ ഒരു CH2 CH2 ഉണ്ട്, അതൊന്ന് ജോയിൻ ആവും. അതാണ് ഇവിടെ പ്ലസ് ഇവിടെ H2 ഒന്നും കൂടെ ഇടണേ. കണ്ടോ, അപ്പൊ ഡീഹൈഡ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കീനും കിട്ടും, അതേപോലെ ഈതറും കിട്ടും. ടെമ്പറേച്ചർ കണ്ടീഷൻസ് നോക്കുക. ഓക്കെ ആണല്ലോ, ഇത് ശ്രദ്ധിക്കണം. ഇതിന്റെ മെക്കാനിസം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എഴുതിക്കോളൂ, മെക്കാനിസം എഴുതിക്കോളൂ. ഒന്നെന്ന് എഴുതിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണേഷൻ ഓഫ് 1 മോളിക്യൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 മോളിക്യൂൾ ആൽക്കഹോൾ ആണ് ആഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു മോളിക്യൂളിനെ പ്രോട്ടോണേറ്റ് ചെയ്യാണ്. പ്രോട്ടോണേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് ആൽക്കഹോൾ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, 1 മോളിക്യൂൾ ഓഫ് ആൽക്കഹോൾ. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഒരു ആൽക്കഹോൾ എടുക്കുന്നു, CH3 CH2OH എടുക്കുന്നു, CH3 CH2OH. അതിനകത്തോട്ട് പ്രോട്ടോണേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ H+ ആഡ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇന്നലെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഓക്സിജൻ നിൽക്കുമ്പോൾ ഓക്സിജന്റെ മുകളിൽ 2 ലോൺ പെയർ ഉണ്ട്.
ഈ എച്ച് പ്ലസിന്റെയിൽ ഒരു ഇലക്ട്രോൺ പോലും ഇല്ല. എച്ച് പ്ലസിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് 2 ഇലക്ട്രോണിനെ കിട്ടണം. 2 ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുള്ളവൻ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ 2 ലോൺ പെയർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലോൺ പെയറിനെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെയായിരിക്കും. എച്ച് ഇവിടെ ഒരു CH3 ഇവിടെ CH2 ഇവിടെ CH2 ഇവിടെ നോക്കിയേ ഇവിടെ OH. ഈ താഴെയുള്ള ലോൺ പെയർ അവന്റെ കയ്യിൽ തന്നെയാണ്, അത് അവനെ അനക്കുന്നില്ല. എന്നാൽ മുകളിലുള്ള ഒരു ഇലക്ട്രോൺ അവിടെ തന്നെ ഇരിക്കുന്നു. മറ്റേ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയാമോ? ഹൈഡ്രജനുമായിട്ട് കണ്ടോ, ഈ ഹൈഡ്രജനുമായിട്ട് കണ്ടോ ഇങ്ങനെ ഒരു ബോണ്ടിങ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ ഇവിടെ 2 ലോൺ പെയർ ഓക്സിജന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ലോൺ പെയർ അവന്റെ കയ്യിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് തന്നെ ഓക്സിജന് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവും. അപ്പൊ കണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ആയിട്ട് മാറി. ഇതൊരു പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഇനി എന്താണെന്നറിയോ, ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിനകത്ത് വീണ്ടും ഒരു മോളിക്കൂൾ ആൽക്കഹോളും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഇതിനകത്തോട്ട് ഞാൻ ഒരു ആൽക്കഹോളിനെ, അതിന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോളിക്കൂളിനെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, മുകളിൽ എന്താ, മുകളിൽ രണ്ട് CH3 CH2OH എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ടെണ്ണം എന്തായാലും റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്. പ്രോട്ടോണേഷൻ of one more molecule of alcohol. അപ്പൊ നിങ്ങൾ വീണ്ടും ഒരു ആൽക്കഹോൾ എഴുതിയിട്ട് H+ അതിനകത്ത് ആഡ് ചെയ്തിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. ഇതിനകത്തോട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ആൽക്കഹോളിനെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? വേണ്ട ഈ ആഡ് ചെയ്യാൻ പോകുന്ന ആ പുതിയ ആൽക്കഹോളിനെ ഞാൻ ഇവിടോട്ട് വരയ്ക്കാൻ പോവാം. CH3 CH2 OH. OHനെ ഞാൻ തന്നെ ഇങ്ങനെ വരയ്ക്കാതെ പകരം ഞാൻ ഇങ്ങനെ വരച്ചോട്ടെ, അതവിടെ നിൽക്കട്ടെ, അങ്ങനെ വരയ്ക്കുകയാണ്. പ്ലസ് അടുത്തത് എന്താ, ഇപ്പുറത്ത് നമ്മൾ ആ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോൾ CH, ഇവിടെ H, ഇവിടെ C, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH. നോക്കിയോ, ഇവിടെ ഓൾറെഡി തന്നെ ഇങ്ങനെ കണ്ടോ, ഓക്സിജന്റെ ഒരു ബോണ്ട്, ഒരു ഇലക്ട്രോൺ, ഓക്സിജന്റെ തന്നെ ഇലക്ട്രോൺ ആണിത്. അത് ഹൈഡ്രജന്റെ കൂടെ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി എന്താ, ബാക്കി ഇതേപോലെ തന്നെ ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ ഈ ഓക്സിജൻ വന്നിട്ട്, ഇവിടെ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഓക്സിജൻ വന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ ഈ ഓക്സിജൻ നേരെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. നോക്കിയോ, അത് എങ്ങനെയാ വരുന്നതെന്ന് നോക്കണം. ഒന്നും നോക്കണ്ട, ഇതിനെ കൊണ്ടുപോയിട്ട് ഒന്നും വേണ്ട, ഇതിനെ തിരിച്ചു കൊണ്ട് തന്നെ ഇവിടോട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇതിനെ കൊണ്ട് ഇങ്ങനെ ഒന്നെങ്കിൽ തിരിച്ചെഴുതുക, എന്താ, ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതുക, ഇത് കൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ എഴുതുവാണെങ്കിൽ നോക്കിയോ, ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നോക്കിയോ. ഇവിടത്തെ അനക്കണ്ട, CH3 അനക്കണ്ട, CH2 അനക്കണ്ട, പിന്നെ ഇവിടെ O ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു H ഉണ്ട് അല്ലെ? O ഉണ്ട്, ഒരു H ഉണ്ട്. ഈ ഓക്സിജനും ഈ ആൽക്കഹോളിന്റെ ഇതിനും എന്ത് ചെയ്യുന്നുണ്ട്? 2 ലോൺ പെയർ ഉണ്ടല്ലോ, ശരിയല്ലേ? ഈ ആൽക്കഹോളിന് 2 ലോൺ പെയർ ഉണ്ട്, ശരിയല്ലേ? ഈ ലോൺ പെയറിൽ ഒരു ലോൺ പെയറിനെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പോസിറ്റീവ് ആയിട്ടുള്ളത് ഈ ഓക്സിജന് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇപ്പം ഈ നമ്മുടെ ഇപ്പൊ ഉള്ള ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ലോൺ പെയറിനെ കൊടുത്തുകൊണ്ട് അവനൊരു പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ. അപ്പം ഇവിടെ ബാക്കിയുള്ളത് ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ വാട്ടർ ഇവിടെ നിന്ന് പോകണം. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇവിടെ നോക്കിയോ മക്കളെ, ഞാൻ ഇവിടെ വാട്ടറും കൂടെ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് അങ്ങ് പോകും. ഇത് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഈ കാർബൺ ആണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ആ ഓക്സിജൻ അല്ല, ഈ കാർബൺ ആണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ, ഓക്സിജന് നഷ്ടപ്പെട്ട ആ 2 ഇലക്ട്രോണിലെ എന്ത് ചെയ്യും, ഓക്സിജന് തിരികെ കിട്ടും. ഓക്സിജന്റെ പോസിറ്റീവ് ചാർജ് പോയിട്ട് അത് എന്തായിട്ട് തന്നെ മാറും, കണ്ടോ, വാട്ടർ ആയിട്ട് തന്നെ മാറും. HOH അവന്റെ ലോൺ പെയറിനെ എല്ലാം എന്ത് ചെയ്യുന്നു, അവന് തിരിച്ചു കിട്ടി. ഓക്കെ. പ്ലസ് ഇവിടെ എഴുതേണ്ട പ്രൊഡക്റ്റ് ഇപ്പുറത്ത് നോക്കി, ഇപ്പുറത്ത് എന്തൊക്കെ വരും നോക്കി. CH3 CH2
ഇവിടെ O, ഇവിടെ H, ഇവിടെ 2 ലോൺ പെയർ ഉണ്ടായിരുന്നു. ആ ഒരു ലോൺ പെയറിനെ കൊണ്ട് ആർക്ക് കൊടുക്കണം? ഈ കാർബണിന് കൊടുത്തിട്ട് വേണം ആ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പൊ എന്തായാലും ഈ ഓക്സിജന് പ്ലസ് വരും. ബാക്കി എന്താ, ആ കാർബൺ ഇവിടെ വന്നു, അതേല് ഒരു CH2 ഉണ്ട്, പിന്നെ ഒരു C ഉണ്ട്, അതേലൊരു CH3 ഉണ്ട്. കണ്ടോ, ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു മോളിക്യൂളിനെയും കൂടെ പ്രോട്ടോണേറ്റ് ചെയ്യാൻ പോവാണ്, ഒരു മോളിക്യൂളിനെയും കൂടെ പ്രോട്ടോണേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു ആൽക്കഹോളിനെ ഞാൻ എടുക്കുന്നു, ഒരു ആൽക്കഹോളിനെ ഞാൻ എടുക്കുന്നു. അപ്പൊ അത് CH3. ശ്രദ്ധിച്ചോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. രണ്ടാമതൊന്നുകൂടെ പറയാം, ആ കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. CH3 CH2 OH. ഓക്കെ, നമുക്കറിയാം ഈ ഓക്സിജന്റെയിലും എന്താണ്, ഈ എച്ചിനെ നമുക്ക് മുകളിലോട്ട് കൊടുക്കാം, എന്നാലല്ലേ പെട്ടെന്ന് ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന രീതി കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ മുകളിലോട്ട് കൊടുക്കാം. നമുക്കറിയാം ഈ ഓക്സിജന്റെയിലും എന്തുണ്ട്, ഈ 2 ലോൺ പെയർ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അത് അവിടെ നിൽക്കട്ടെ. പ്ലസ് എന്താണ്, ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിനെ CH3 CH3 CH2 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 OH. ഓക്സിജനിൽ ഇവിടെ പ്രശ്നം പറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ലോൺ പെയറിൽ ആ 2 ഇലക്ട്രോണിനെയാണ് നമ്മുടെ വന്ന ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജന് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ കാർബണിന്റെ ഇലക്ട്രോൺ ആണിത്, ഈ ഓക്സിജന്റെ ഇലക്ട്രോൺ ആണിത്. ഇവനെ എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഈ ഓക്സിജൻ അങ്ങ് വാങ്ങും ലോൺ പെയർ ആയിട്ട്. അപ്പം ഓൾറെഡി ഇപ്പം ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജന് കൊടുത്തോണ്ടാണല്ലോ ഓക്സിജന് പോസിറ്റീവ് വന്നത്. അപ്പൊ ഇപ്പൊ കാർബണിന്റെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് തന്നെ ആ പോസിറ്റീവ് അങ്ങ് മാറിയിട്ട് അത് എന്ത് സംഭവിക്കുന്നത്, അത് വാട്ടർ ആയിട്ട് അങ്ങോട്ട് മാറും. പ്ലസ് ഈ കാർബൺ അപ്പൊ പോസിറ്റീവ് ചാർജ് ആകത്തില്ലേ, ആ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആള് വേണ്ട ഇവിടെ വന്ന് ഈ 2 ലോൺ പെയറിനെ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട്. ഓക്കെ, അങ്ങനെയാണ് കൃത്യമായിട്ട് നടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ CH3, അതായത് ഈ ഭാഗത്തെ CH3 ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അവിടെ CH3 വന്നു, അവിടെ CH3 വന്നു, അതേപോലെ തന്നെ അടുത്തത് CH2 വന്നു, CH2 വന്നു. അടുത്തത് എന്താ, ഇവിടെ ഒരു O ഉണ്ടായിരുന്നു, ഇവിടെ ഒരു H ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടായിരുന്നു. ഒരു ലോൺ പെയറിനെ കാർബണിന് കൊടുത്തു, അപ്പം ഈ ഓക്സിജന് പോസിറ്റീവ് ചാർജ് ഉണ്ടായി. ഓക്കെ ആണല്ലോ. ആ കാർബൺ ഷെയർ ചെയ്ത് മേടിച്ചിട്ട് ആ കാർബൺ എന്താ, ഈ കാർബൺ ആണത്, അതിൽ 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, പിന്നെ 3 ആ കാർബണിൽ 3 ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ്. പ്ലസ് എന്താ, ആ പോയ H2O എന്താ, അത് വാട്ടർ ആയിട്ട് മാറും. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കട്ടായി പോയി അത് വാട്ടർ ആയിട്ട് മാറും. കണ്ടോ, H2O ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിനെ ഈതർ ആക്കണമെങ്കിൽ വേണ്ട ഈ എച്ചിനെ കളഞ്ഞാലേ പറ്റുള്ളൂ, അല്ലേ? അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിന് നമ്മൾ ഡീപ്രോട്ടോണേഷൻ എന്നാണ് പറയുന്നത്. ഡീപ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഈ ഓക്സിജന്റെ മുകളിൽ ചാർജ് വരാൻ കാരണം എന്താ, ആ 2 ഇലക്ട്രോൺ കാർബൺ കൊടുത്തോണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അവന്റെ 2 ഇലക്ട്രോൺ, അവന്റെ 1 ഇലക്ട്രോൺ എന്താ ഓക്സിജനിൽ നിന്ന് മേടിച്ച സാധനം തന്നെ, അതെന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഓക്സിജന്റെ പോസിറ്റീവ് സൈൻ മാറുകയും ഇത് H+ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അത് ഇവിടെ അല്ല കാണിക്കേണ്ടത്, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് തന്നെ കാണിക്കുക. നോക്കിക്കോളൂ, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കിക്കോളൂ, ഡീപ്രോട്ടോണേഷൻ. ഡീപ്രോട്ടോണേഷനകത്ത് നോക്കിക്കോളൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ഇതിനെ ഞാൻ ഇനിയും വിടർത്തി എഴുതുന്നില്ല, ഇതിനെ CH3 എന്നങ്ങ് എഴുതുകയാണ്. അതായത് ഇതിനെ അങ്ങ് CH3 CH2 OH അങ്ങനെ അങ്ങ് എഴുതാൻ പോവാണേ. CH3 CH2 O, അതിൽ ഒരു H ലോൺ പെയർ ഞാൻ ഒരെണ്ണം കാണിക്കുകയാണ്, ഇതിൽ ഒരു പോസിറ്റീവ് ഉണ്ട്. ഈ ലോൺ പെയർ കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ലോൺ പെയർ ഒന്നും കാണിക്കത്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് പോസിറ്റീവ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താ. പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പോസിറ്റീവ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കും. ആ പോസിറ്റീവ് ഒക്കെ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലോൺ പെയർ തന്നേ ഉള്ളൂ. ലോൺ പെയർ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ CH2 വരുന്നു, ഇവിടെ CH3 വരുന്നു. ഓക്കെ, ഡീപ്രോട്ടോണേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയോ, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഈ ഒരു 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, ഇവന് ലോൺ പെയർ ആക്കി തന്നെ കൊടുക്കുക. അപ്പൊ ഓക്സിജന്റെ 1 ഇലക്ട്രോണിനെ കൊടുത്തത് തിരികെ കിട്ടി, എന്നിട്ട് ഇവൻ H+ ആയിട്ട് റിമൂവ് ആവും. അപ്പൊ ബാക്കി നോക്കിയേ, CH3 CH2O CH2 CH3 കണ്ടോ, പ്ലസ് എന്താണ്, പ്ലസ് H+ ആയിട്ട് സെപ്പറേറ്റ് ആവും. ഇവനെ നമ്മൾ ഈതൈൽ അല്ല ഇതോക്സി ഈതൈൻ എന്നാണ് ഇതിന്റെ പേര്. ഇതോക്സി ഈതൈൻ. നേരത്തെ നമ്മൾ ആദ്യം എഴുതിയ റിയാക്ഷന്റെ മെക്കാനിസം ആണിത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഈ മെത്തേഡ് വഴി നമുക്ക് പ്രൈമറി ആൽക്കഹോളിനെ മാത്രമേ ഈതറാക്കി എടുക്കാൻ പറ്റത്തുള്ളേ. അത് സ്പെസിഫിക്കലി ഓർത്തോണം. എല്ലാ ആൽക്കഹോളിനെയും ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് ഈതറാക്കി എടുക്കാൻ പറ്റത്തില്ല.
പ്രൈമറി ആയിട്ടുള്ള ആൽക്കഹോളിനെ മാത്രമേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈതേഴ്സ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. അത് വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് വേണേൽ എഴുതാം. only primary alcohol, primary alcohols can be converted to ethers using this method. രണ്ടാമത്തെ റിയാക്ഷൻ നമ്മൾ ഒന്നാമത്തെ ഡീഹൈഡ്രേഷൻ എഴുതിയത്, രണ്ടാമത്തേത് വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമ്മൾ ഒരു ആൽക്കോക്സൈഡിനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈതർ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്താണ് വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ജനറൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, RONA. ഇതൊരു സോഡിയം ആൽക്കോക്സൈഡ് എന്നാണ് പറയുന്നത്. സോഡിയം ആൽക്കോക്സൈഡ്. ഈ സോഡിയം ആൽക്കോക്സൈഡിനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട്, അതായത് RX-ഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതിങ്ങനെ കട്ടാവും, ഈ NA ഈ X-ന്റെ കൂടെ പോവും, R നേരെ വന്ന് ഓടോടെ വന്ന് ജോയിൻ ചെയ്യും. ഇതിനെ നമുക്ക് R' എന്ന് കൊടുക്കാം. അപ്പം ROR' എന്ന് വരും, പ്ലസ് എന്താ NaX. ഇതാണ് അവന്റെ ജനറൽ ഫോർമുല. ഓക്കെ ആണല്ലോ? സോഡിയം ആൽക്കോക്സൈഡിനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? സോഡിയം എന്താണ് ഹാലൈഡും അതേപോലെ തന്നെ ഈതറും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇനി നമുക്കത് റിയാക്ഷൻ ആയിട്ട് തന്നെ എഴുതാം. ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിയും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഓരോരോ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അത് സ്പെസിഫിക്കലി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തുകയാണ്. നോക്കിയോ, for yield to become better. അതായത് ആൽഡിഹൈഡ് അല്ല ഈതറിന്റെ നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടി we use primary alkyl halide and tertiary alkoxide. tertiary alkoxide എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ഈ R ഉണ്ടല്ലോ, ഇത് പ്രൈമറി ആയിരിക്കണം. അതായത് ഈ X അറ്റാച്ച് ചെയ്യുന്ന കാർബൺ വേറെ ഒരു കാർബണിലെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ആൽക്കോക്സൈഡ് ഉണ്ടല്ലോ, അവൻ ടെറിഷറി ആയിരിക്കണം. ഈ R ടെറിഷറി ഗ്രൂപ്പും ഈ R' പ്രൈമറി ഗ്രൂപ്പും ആണെങ്കിലാണ് ഈൽഡ് നന്നാകുക. മറ്റേതാണെങ്കിലും ഇപ്പൊ സെക്കൻഡറി ടെറിഷറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വന്നാലും റിയാക്ഷൻസ് ഒക്കെ നടക്കും, ഈ ഇതുണ്ടാവും. പക്ഷെ നല്ല ഈൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ടെറിഷറി ആൽക്കോക്സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈൽഡ് കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ എപ്പോഴോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു ഇയർ. അതുകൊണ്ട് അതും കൂടെ ഞാനിപ്പോൾ ഈ വർഷത്തെ നോട്ടിൽ ഉൾപ്പെടുത്തുകയാണ്. നോക്കിക്കോളൂ, ഇതിന്റെ താഴോട്ട് ഈ റിയാക്ഷന്റെ ഇതിന്റെ താഴോട്ട് എഴുതേണ്ടത്, നോക്കിക്കോളൂ, ഇതിന്റെ താഴോട്ട് എഴുതേണ്ടത് ഇതാണ്. ഈ റിയാക്ഷന്റെ താഴോട്ട് എഴുതേണ്ടത്, ഇപ്പൊ പറഞ്ഞതിന്റെ താഴോട്ട് എഴുതേണ്ടത്, നമ്മളൊരു ടെറിഷറി ആയിട്ടുള്ള ആൽക്കോക്സൈഡ് എടുക്കുകയാണ്. അതായത് ടെറിഷറി ആയിട്ടുള്ള ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ONA അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ 3 കാർബണിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ടെറിഷറി ആയി. അപ്പൊ ഇവൻ ടെറിഷറി ആൽക്കോക്സൈഡ് ആയി. ഇനി ഇവനെ നമ്മളൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡുമായിട്ട്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ ഒരു കാർബണിലെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ഇവന്റെയിലുള്ള ബാക്കി 2 പേര് എന്തായിരിക്കണം? ഹൈഡ്രജൻ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബൺ വേറെ 3 കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ടെറിഷറി എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും. നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഈൽഡ് കിട്ടും. ഉണ്ടാകുന്ന ഈതറിന് നല്ല ഈൽഡ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്തോണം. ഇത് ടെറിഷറി ആണ്, ഇത് പ്രൈമറി ആണ്. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് എപ്പോഴും പ്രൈമറിയും ആൽക്കോക്സൈഡ് എപ്പോഴും ടെറിഷറി ആണെങ്കിൽ നല്ല ഈൽഡ് ഉണ്ടാകും. അപ്പൊ എങ്ങനെയാ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്.
അപ്പം ഇത് ഞാനിങ്ങനെ CH2 എഴുതിയത് CHH എന്ന് എഴുതാതെ CH2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഈ N ഈ Cl ലൂടെ പോകുന്നു ഇല്ലേ. ബാക്കി ഈ കാർബൺ നേരെ വന്ന് ഈ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ then ഇങ്ങനെയല്ലേ ഉണ്ടാകുന്നത്. CH3 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 O എന്തെന്ന് വരും, CH2 CH3 കണ്ടോ. CH2 എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇതാണ് CH2 CH3. ഞാൻ ആ CHH എന്ന് എഴുതാതെ CH2 എന്ന് എഴുതിയതാണ്. ഓക്കെ ആണല്ലോ. ഇവന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-methyl 2-ethoxypropane ആണ്. 2-methyl അത് ഇങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. 1 2 3 2-methyl 2 രണ്ടാമത്തേൽ ഇതോക്സി ഗ്രൂപ്പ് 2-ethoxy പ്രൊപ്പൈൻ. ഇങ്ങനെയാണ് നമ്പർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇത് ഓർത്തോണം, നമ്പർ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ് കാർബൺ ആയിട്ട് എടുക്കുന്നു, ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ ആയിട്ട് എടുക്കുന്നു. ഇനി ഇതിനകത്തൊരു വേറൊരു, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കുറെ സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ, അതായത് നമുക്ക് കിട്ടുന്ന അല്ലെ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ടെറിഷറിയും ആൽക്കോക്സൈഡ് പ്രൈമറിയും ആണെങ്കിൽ നിങ്ങൾക്ക് ഈതർ കിട്ടത്തില്ല. നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഡീഹൈഡ്രേഷൻ നടത്തുവാണെങ്കിൽ ആൽക്കീനും ഉണ്ടാവാം, അതേപോലെ തന്നെ എന്തും ഉണ്ടാവാം, ആൽക്കീനും ഉണ്ടാവാം, ഈതറും ഉണ്ടാവാം. 443 കൊടുക്കുമ്പോൾ ആൽക്കീനും 413 കൊടുക്കുമ്പോൾ ഈതറുമാണ് ഉണ്ടാകുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഈ കണ്ടീഷൻ ആണെങ്കിലും മാത്രമാണ് എന്താണ് നല്ല ഈൽഡ് കിട്ടുക, പിന്നെ ഈതർ കിട്ടുക. ഇത് നേരെ തിരിക്കുകയാണ്. പ്രൈമറിയും മറ്റേ സെക്കൻഡറി ഒക്കെ ആണെങ്കിലും കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ ടെറിഷറിയും പ്രൈമറിയും ഇപ്പൊ എടുത്തിരിക്കുന്നത് ടെറിഷറി ആൽക്കോക്സൈഡും പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും. ഇത് നേരെ തിരിക്കുകയാണ്. അതായത് ആൽക്കൈൽ ഹാലൈഡ് ടെറിഷറിയും അതേപോലെ തന്നെ ആൽക്കോക്സൈഡ് പ്രൈമറിയും ആവുകയാണെങ്കിൽ ഇവിടെ ഈതർ ഫോം ചെയ്തില്ല. ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്താണ് ആൽക്കീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടെ ആലോചിച്ചേക്കണം. അതും കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ, അതും കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, അതും കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. അതും കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. if we use tertiary alkyl halide and primary alkoxide നേരെ തിരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ elimination reaction reaction takes place. Elimination reaction takes place and no ether is formed. No ether is formed. Instead double bonded hydrocarbon is formed. Double bonded hydrocarbons are formed. അതും നമുക്ക് റിയാക്ഷൻ ആയിട്ട് തന്നെ എഴുതി കാണിക്കാം. നോക്കിക്കോളൂ, റിയാക്ഷൻ ആയിട്ട് എഴുതാം. നമുക്ക് ഒരു പ്രൈമറി ആൽക്കോക്സൈഡ് എടുക്കുന്നു, CH3CH2ONA. നോക്കിക്കേ, ONA ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ONA അറ്റാച്ച് ചെയ്ത കാർബൺ ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബണിലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കി രണ്ടെണ്ണവും ഹൈഡ്രജൻ. കണ്ടോ, ഇത് പ്രൈമറി ആൽക്കോക്സൈഡ്. ഇതിനെ നമ്മൾ ടെറിഷറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡുമായിട്ട്, അതായത് ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ 3 കാർബണിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ CH3 കണ്ടോ, ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടുത്തെ CH3 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി, ഞാൻ ഇന്നലെ നമ്മൾ മറ്റേ കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് ഒരു സംഭവം പഠിച്ചില്ലായിരുന്നോ? ഇവിടെ നമ്മൾ ഇത് CH2H എന്നാക്കി പഠിച്ചത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ വേണ്ട
ഇതങ്ങ് കട്ടാവും. എന്നിട്ട് ഈ Na വന്നിട്ട് നേരെ ഈ Clലുമായിട്ട് പോയിട്ട് NaCl അങ്ങ് ഫോം ചെയ്യും. ആദ്യം അതങ്ങ് എഴുതാം അല്ലേ, NaCl ഫോം ചെയ്യും. ഇനി അടുത്തത് വേണ്ട ഈ H ഉണ്ടല്ലോ, ഇതിങ്ങനെ കട്ടായിട്ട് ഈ H വന്നിട്ട് നേരെ ഈ ഓക്സിജന് വന്നിരിക്കുമ്പോൾ ഇവിടെ CH3 CH2 OH ഉണ്ടാവും. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന എന്ത് മാത്രമാ, ബാക്കി വരുന്നത് ഇവിടെ CH3 CA, ഇവിടെ ഒരു CH2 ഉള്ളൂ, ഇവിടെ ഒരു CH3 ആണ്, ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ കാർബൺ ചുറ്റിനും 4 ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ, ഇപ്പൊ 3 എണ്ണേ ഉള്ളൂ, അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വരും. കണ്ടോ, ഇതാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഈ റിയാക്ഷൻ നമ്മൾ ഇന്നലെ പഠിച്ചാണ് വേറൊരു രീതി. നമ്മൾ പറഞ്ഞായിരുന്നു ഓക്സിഡേഷൻ ഓഫ് എന്താണ് ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് എന്താണ് കോപ്പർ, അതായത് ഹീറ്റഡ് വേപ്പേഴ്സ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രൈമറി വരുമ്പം ആൽഡിഹൈഡ് വരുന്നു, സെക്കൻഡറി വരുമ്പോൾ കീറ്റോൺ വരുമെന്ന് പറഞ്ഞു. ടെറിഷ്യറി വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങൾ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യുന്ന ചിന്തിക്കല്ലേ, പകരം ഇതേപോലെ തന്നെ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ ഓക്സിഡേഷൻ അല്ല നടക്കുന്നത്, പകരം ഹൈഡ്രോജനേഷൻ ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. സോറി, എന്താണ് ഡീഹൈഡ്രേഷൻ അല്ല നടക്കുന്നത്, അല്ല സോറി, H2O ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. H2O റിമൂവൽ ആണ് നടക്കുന്നത്, H2 അല്ല അവിടെ റിമൂവ് ആകുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇനി നമുക്ക് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോകാം. ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഒരു 1 2 3 വളരെ കുറച്ച് റിയാക്ഷൻസ് പഠിക്കാനുള്ളൂ. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അപ്പം അതൊന്ന് നോക്കിക്കോളൂ. ഒരു റിയാക്ഷൻ കൂടി ഈ ഭാഗത്ത് പറയാനുണ്ട്. ഈ ഭാഗത്ത് ഒരു റിയാക്ഷൻ കൂടെ പറയാനുണ്ട്. ഇൻ കേസ് ഓഫ് നമ്മൾ ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഈതർ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ അത് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഇൻ കേസ് ഓഫ് ഫീനോൾ, in case of phenol, Williamson also, in case of phenol also, Williamson synthesis takes place. Williamson synthesis takes place. അപ്പം അത് നമുക്കൊരു ഫീനോൾ എടുക്കാം. നമ്മളൊരു എന്താണ് ഒരു ഫീനോൾ എടുക്കുന്നു, OH പ്ലസ് ഇതിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഫീനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് എപ്പോൾ റിയാക്ട് ചെയ്യുന്നു അപ്പോൾ ഉണ്ടാകുന്നത് സോഡിയം ഫിനോക്സൈഡ് ആണ്, അതായത് ONA ഉണ്ടാകുന്നുണ്ടോ. അതിനെ നമ്മൾ CH3Xുമായിട്ട് ഏതെങ്കിലും ഒരു എന്താണ് മീഥൈൽ ക്ലോറൈഡോ മീഥൈൽ ബ്രോമൈഡോ ആയിട്ടോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ, ഈ എന്താണ് Na മാറ്റിയിട്ട് Na തന്നെ ഈ Cl കൊണ്ടുപോകും, ഈ CH3 നേരെ ഇവിടെ വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, ഇവിടെ OA കണ്ടോ, ഇവിടെ CH3. നോക്കിയേ, ഓടെ ഒരു സൈഡിൽ അരോമാറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പും ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും വരുന്നു. അപ്പോഴും എന്ത് തന്നെയാണ്, ഇവൻ ഈതർ തന്നെയാണ്. പ്ലസ് എന്താ, ഈ Naയും Xും കൂടെ ചേർന്നിട്ട് NaX ഉണ്ടാവും കേട്ടോ. ഇത് ഓർത്തോണം. ഇവന്റെ പേര് അന്നീസോൾ എന്നാണ്, അന്നീസോൾ അല്ലെങ്കിൽ മിഥോക്സി ബെൻസീൻ. അവനും ഒരു ഈതറാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്തും നമുക്ക് 2-3 സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. അതുകൂടെ നോക്കി കഴിഞ്ഞാൽ മൊത്തം കൂടെ എനിക്ക് ഒരു 6 റിയാക്ഷൻ കൂടെ ഉള്ളൂ പഠിക്കാൻ. 6 റിയാക്ഷൻ കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ആ റിയാക്ഷൻ ചെറിയ റിയാക്ഷനാണ്, പെട്ടെന്ന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് കയറി കഴിഞ്ഞാൽ നൈട്രേഷൻ, ഹാലജനേഷൻ, അതേപോലെ തന്നെ സൾഫോണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, അത്രേ ഉള്ളൂ പഠിക്കാൻ. സൾഫോണേഷൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, സൾഫോണേഷൻ ഇല്ല. നൈട്രേഷനും ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അസൈലേഷൻ, ഹാലജനേഷൻ ഇത്രയുമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വേറൊരു കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും സ്പെസിഫിക്കേഷൻ വരുന്നതാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ പ്രൈമറി സെക്കൻഡറി ഒക്കെ അതിന് മാറുന്നതിനനുസരിച്ച് വേറെ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്, അതൊക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം ഇത് എഴുതിക്കോ. കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു ഡോട്ട് ആയിട്ട് എഴുതേണ്ടത് ഈതേഴ്സ് ആർ less reactive, comma, for it become more reactive, conditions must be applied. Conditions must be applied. അതായത്
നമ്മൾ ഈതേഴ്സ് റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ ഒരു ആൾക്കാരാണ്, പക്ഷെ അവരെ റിയാക്റ്റീവ് ആക്കാൻ പറ്റും, പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ കണ്ടീഷൻസ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO ബോണ്ട്, ഈതറിന്റെ CO ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ പലയിടത്തും അങ്ങനെ തന്നെയാണ് പഠിച്ചത് അല്ലേ. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ക്ലീവേജ് ഇൻവോൾവിങ് CO ബോണ്ട് അല്ലെ റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് CO ബോണ്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ക്ലീവേജ് ഇൻവോൾവിങ് CO ബോണ്ട്. ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. രണ്ട് സൈഡിലും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ് റിയാക്ഷൻ. അതായത് if same alkyl group on both side, same alkyl group on same side, അല്ല present on the either side of ഈതറിന്റെ രണ്ട് സൈഡിലും എന്താണ് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പോലെയാണ് റിയാക്ഷൻ നടക്കുന്നത്. നോക്കിക്കോളൂ, നമ്മൾ രണ്ട് സൈഡിലും ഒരേ ആൾക്കാരാകുമ്പോൾ ROR എന്ന് എടുത്താൽ പോരെ. അതിനെ നമ്മൾ HXുമായിട്ട്, അതായത് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ ഇത് കട്ടായിട്ട് ഈ R വന്നിട്ട് എന്താണ് ഇവിടെ വരികയും ഈ H നേരെ ഈ ഓക്സിജന്റെ കൂടെ പോവുകയും ചെയ്യും. അതായത് ROH ആൽക്കഹോളും ഫോം ചെയ്യും, അതേപോലെ തന്നെ എന്താണ് RX അതായത് ഒരു ആൽക്കൈൽ ഹാലൈഡും ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഇതാണ് എക്സസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് ഈ ആൽക്കൈൽ ഹാലൈഡ് ആണ് എക്സസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ റിയാക്ഷൻ ഇങ്ങനെയാണ്. എന്നാൽ വീണ്ടും ഇതിനകത്ത് തന്നെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഓക്കെ ഇത് എക്സസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ വീണ്ടും ഈ ROH ഉണ്ടല്ലോ, വീണ്ടും നമ്മുടെ ഈ HXുമായിട്ട് പോയിട്ട് റിയാക്ട് ചെയ്യും. അതായത് എക്സസ് ആയിട്ടുള്ള HXുമായിട്ട് പോയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകുന്നറിയോ, ഇതിങ്ങനെ കട്ടാവും, ഈ എക്സ് വന്നിട്ട് അല്ല ഈ എക്സ് വന്നിട്ട് നേരെ ഇവിടെ വരും, ആറിന്റെ കൂടെ വരും. അപ്പൊ നമുക്കിവിടെ RX ഫോം ചെയ്യും. പ്ലസ് എന്താണെന്നറിയോ, ഈ HOHും കൂടെ ചേർന്നിട്ട് H2 ഉണ്ടാവും. ഇതാണ് നടക്കുന്നത്. ഇത് ജനറൽ റിയാക്ഷൻ ആണ് പറയുന്നത്. എന്താണ്, നമ്മൾ രണ്ട് സൈഡിലും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടുത്തെ CO ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെ ഈ ബോണ്ടാണ് പൊട്ടുന്നത്, CO ബോണ്ടാണ് പൊട്ടിയിട്ട് R പോയിട്ട് Xന്റെ കൂടെ പോയി ചേരും, H പോയിട്ട് എന്ത് ചെയ്യും, ഓയുമായിട്ട് ചേർന്നിട്ട് ആൽക്കഹോൾ ഫോം ചെയ്യും, ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. ഇനിയും ഇവിടെ റിയാക്ഷൻ നിൽക്കത്തില്ല, കാരണം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രജൻ ഹാലൈഡ് എക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ എക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഈ ആൽക്കഹോളുമായിട്ട് പോയിട്ട് ഈ HX അതായത് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ ഹാലൈഡ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും, പ്ലസ് വാട്ടറും ഉണ്ടാവും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് ഏത് R വേണമെങ്കിലും എവിടെ വേണേൽ ചേർക്കാം എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാൽ രണ്ട് സൈഡിലും ഡിഫറന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനനുസരിച്ച് റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അവിടുത്തെ കണ്ടീഷൻ, അത് രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ട് എഴുതേണ്ടത് ഡോട്ട് എഴുതുന്നത് in case of mixed ethers എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റായിട്ട് ചിന്തിക്കരുത്. രണ്ട് സൈഡിലും ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു സൈഡിൽ ഓക്സിജന്റെ ഒരു സൈഡിൽ CH3യും ഒരു സൈഡിൽ CH3CH2 അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് നോക്കാം, അതിനനുസരിച്ച് നോക്കാം. in case of primary and secondary, ഇവിടെ ശ്രദ്ധിച്ചോണേ, വേറെ മനസ്സൊന്നും വിട്ടുപോലെ ഇവിടെ നോക്കിക്കോണം. in case of primary and secondary alkyl group attached to in case of എന്താണ് primary and secondary alkyl group attached to oxygen atom
ആൽക്കൈൽ ഗ്രൂപ്പ് വിത്ത് ലോവർ ചെയിൻ will form alkyl halide and alkyl group with longer chain will form alcohol. ശ്രദ്ധിച്ചോണം. പ്രൈമറിയോ സെക്കൻഡറിയോ ആയിട്ടുള്ള ആൽക്കഹൈൽ ഗ്രൂപ്പ് ആണ് ഓക്സിജന്റെ ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ എവിടെയാണോ ലോവർ ചെയിൻ കാർബൺ ആറ്റം ഉള്ളത് അവരായിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഈതറും അതേപോലെ തന്നെ എന്താണ് ഹൈഡ്രജൻ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആൽക്കഹോളും ആൽക്കൈൽ ഹാലൈഡും ഉണ്ടാവും. അപ്പൊ ഇവിടെ ലോവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയിൻ ലെങ്ത് കുറവുള്ള ആൾക്കാരായിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നത്. എന്നാൽ ചെയിൻ ലെങ്ത് കൂടുതലുള്ള ആൾക്കാരായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ആൽക്കഹോൾ ഫോം ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മൾ CH3O CH2CH3 നോക്കിയേ, ഇവിടെ ഈ ഓക്സിജൻ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്, അത് ഒരു കാർബണിലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൈമറി ഗ്രൂപ്പാണ്, ഇത് വെറും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡറി ഗ്രൂപ്പ് ആണെങ്കിലും എങ്ങനെയായിരിക്കും ഹൈഡ്രജൻ അയോഡൈഡിനെ ആഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഇത് കട്ടായിട്ട് ഇവിടെ ചെയിൻ ലെങ്ത് കുറവുള്ളവൻ ആൽക്കഹോൾ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. അല്ല സോറി, ചെയിൻ ലെങ്ത് കുറവുള്ളവൻ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ചെയിൻ ലെങ്ത് കുറവുള്ളവൻ ഇവനല്ലേ, അപ്പം ഈ I വന്ന് ചേരുന്നത് ഇവന്റെ കൂടെ ആയിരിക്കും. അപ്പം ഇവിടെ CH3I ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ചെയിൻ ലെങ്ത് കൂടുതലുള്ളവൻ ഇവനാണ്, അവനായിരിക്കും ആൽക്കഹോൾ ഫോം ചെയ്യുന്നത്. അതിനർത്ഥം ഈ H വന്ന് ഈ ഓയിലായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ CH3CH2OH കണ്ടോ, ഇവിടെ ചെയിൻ ലെങ്ത് കുറവാണ്, ഒരു കാർബണിൽ ഇവിടെ ചെയിൻ ലെങ്ത് കൂടുതലാണ്. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നോക്കണം. അപ്പൊ ഇവിടെ പ്രൈമറി ആണുള്ളത്, ഇപ്പുറത്ത് ഇത് വെറും മീഥൈൽ ഗ്രൂപ്പാണ്. ഇവിടെ പ്രൈമറിയും സെക്കൻഡറി ഒന്നും അല്ല, ഇവിടെ വെറും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം ഇവിടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഇത് ഒരു സൈഡിൽ ഇവിടെ പ്രൈമറി ഉണ്ട്. അപ്പം അത് പ്രൈമറിയോ സെക്കൻഡറിയോ ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിന് ലെങ്ത് കുറവ് ഏതാണോ, ഏത് സൈഡിലാണോ ആ ആൾ ആൽക്കൈൽ ഹാലൈഡും, കൂടുതൽ ചെയിൻ ലെങ്ത് ഉള്ളവൻ ആൽക്കഹോളും ഫോം ചെയ്യാൻ ആലോചിക്കും. ഇനി ടെറിഷറി ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് വൺ ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടെറിഷറി ആണെങ്കിൽ ടെറിഷറി ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം. മറ്റവൻ ആൽക്കഹോൾ ഫോം ചെയ്യും. അതും കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇൻ കേസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടെറിഷറി group will form alkyl halide. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. നോക്കിക്കോളൂ. നമ്മൾ ഒരു ഈതർ എടുക്കുകയാണ്. ഈതറിന്റെ ഈ സൈഡിൽ CH3യും ഈ സൈഡിൽ CH3 നോക്കിയേ, ഇവിടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ 3 കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ടെറിഷറി ആണ്. ഓക്കെ, ടെറിഷറി ആയിട്ടുള്ള ഗ്രൂപ്പ് വന്നിട്ട് അവൻ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെറിഷറി ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നത്. അതിനർത്ഥം ഇവിടെ ഇങ്ങനെ കട്ടിങ് നടന്നിട്ട് ഈ I നേരെ ഈ കാർബണിൽ വരും, ഈ H നേരെ തന്നെ ഇവിടെ. അപ്പം ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ എന്താ, ഇവിടെ I വരും. പ്ലസ് എന്താണ്, CH3O ഉണ്ട്, അതിൻ്റെ കൂടെ H വരും. കണ്ടോ, ഇതാണ് ആ സ്പെസിഫിക്കേഷൻ പറയുന്നത്. പുറത്താണ്. ഇപ്പൊ രണ്ടും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, നമുക്ക് എങ്ങനെ വേണേൽ ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ ഒരു സൈഡിൽ പ്രൈമറിയോ സെക്കൻഡറിയോ ഉണ്ടെങ്കിൽ ആ സെക്കൻഡറി ആയിട്ടുള്ള ആൾക്കാർ, അതായത് സെക്കൻഡറി ആയിട്ടുള്ള ചെയിൻ ലെങ്ത് കൂടുതലുള്ള ആൾക്കാർ ആൽക്കഹോളും ചെയിൻ ലെങ്ത് കുറവുള്ള ആൾക്കാർ ആൽക്കൈൽ അയോഡൈഡ് ഫോം ചെയ്യും. ഇനി ടെറിഷറി ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടെങ്കിലോ ആ ടെറിഷറി ഗ്രൂപ്പ് ആയിരിക്കും അയോഡൈഡ്സ് ഫോം ചെയ്യുന്നത്, മറ്റവൻ ആൽക്കഹോൾ ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി അപ്പൊ ഇത് ഈ ഭാഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഉള്ളൂ, 4 റിയാക്ഷൻ. ആ 4 റിയാക്ഷൻ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിക്കുകയാണ്.
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിക്കോളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഒരു എന്താ പറയുന്ന ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാവണം. അപ്പൊ ബെൻസീൻ റിംഗ് മെതോക്സി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈതർ വരുന്ന ഒരു ബെൻസീൻ റിംഗ് എന്ന് പറയുമ്പോൾ മെതോക്സി ബെൻസീൻ ആണ്. ഇവിടെ ആയിരിക്കും ഈതായിരിക്കും എന്താണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്ന റിയജന്റ് ഇതിന്റെ ഈ സാധനമായിരിക്കും. ഇതിനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഇതിനെ നമ്മൾ മെതോക്സി ബെൻസീൻ എന്നും പറയാം, അതേപോലെ തന്നെ അനിസോൾ എന്നും പറയാം. ഓക്കെ, ഈ അനിസോൾ എന്ന് പറഞ്ഞാൽ ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇറ്റ് ഈസ് ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും. അതായത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ഈ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴൊക്കെയോ പഠിച്ചാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്, അത് ഓർക്കുക. അപ്പം നമുക്ക് ആദ്യം ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഹാലോജനേഷൻ ആണ്. ഒന്നാമത്തെ ഹാലോജനേഷൻ ആണ്. ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെതോക്സി ബെൻസിനകത്ത് ഹാലജൻ ആഡ് ചെയ്യുമ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒന്ന് ഓർത്തോ ബ്രോമോ അനിസോളും ഒന്ന് പാരാ ബ്രോമോ അനിസോളും. അത്രേ ഉള്ളൂ. രണ്ട് ഇങ്ങനെ വരുന്നു. ഇവിടെ OCH3 വരുന്നു. ഇതിനകത്തോട്ട് ഞാൻ Br2നെ ആഡ് ചെയ്യാണ്. നമ്മളൊരു എഥനോയിക് ആസിഡിനെ സോൾവെന്റ് ആയിട്ട് ആഡ് ചെയ്യാണ്. നമ്മൾ സോൾവെന്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഐസോമർ ഉണ്ടാകുന്നു. അതിൽ ഒന്ന് OCH3യുടെ ഓർത്തോ പൊസിഷനിൽ ഒരു Br-ഉം അടുത്തത് OCH3യുടെ പാരാ പൊസിഷനിൽ ഒരു Br-ഉം വരുന്നു. അതായത് ഓർത്തോ ബ്രോമോ അനിസോളും പാരാ ബ്രോമോ അനിസോളും ആണ് ഇതിന്റെ പേര്. ഓർത്തോ ബ്രോമോ അനിസോൾ ആൻഡ് പാരാ ബ്രോമോ അനിസോൾ ഇതിന്റെ പേര്. അതേപോലെ തന്നെ ഇവന് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും നടക്കും, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും നടക്കും. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ആൽക്കൈൽ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ അസൈൽ ഗ്രൂപ്പിനെയോ ബെൻസീൻ റിങ്ങിനകത്ത് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനോ അസൈലേഷനോ. ഇത് നടത്തുന്നത് ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിലായിരിക്കും. ഇത്ര മാത്രം ഓർത്താൽ മതി. അപ്പം ഇതിന്റെ രണ്ടാമത്തെ റിയാക്ഷൻ ആയിട്ട് എഴുതിക്കോ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോണം. ഇൻട്രൊഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് ടു ബെൻസീൻ റിംഗ്. അപ്പൊ നമ്മൾ അനിസോളിനകത്താണ് ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു അനിസോൾ എടുക്കുന്നു. ഈ അനിസോളിനകത്ത് ഞാൻ ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യണം. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യണമെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ള ഒരു റിയജന്റ് വേണം. നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് മീഥൈൽ ക്ലോറൈഡ് എടുക്കുന്നു. ഈ മീഥൈൽ ക്ലോറൈഡിനെ നമ്മൾ അൺഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യണം. എന്തിനാണെന്നറിയോ, ഈ ബോണ്ട് പൊട്ടിച്ചിട്ട് ഈ Cl-നെ കുറച്ചു നേരം പിടിച്ചു വെക്കും. AlCl4- ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ മാറിയാൽ മാത്രമേ ഈ CH3ക്ക് പോയിട്ട് തന്നെ ഇവിടെ വന്ന് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ഐസോമർ ആണ് ഉണ്ടാകുന്നത്. ഇവിടെ രണ്ട് മോളിക്കൂളാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ രണ്ട് ഐസോമർ ഉണ്ടാവും. അതിലൊരു ബാലൻസിങ്ങിന് വലിയ പ്രസക്തി ഇല്ല കേട്ടോ. ഇവിടെ OCH3, ഇവിടെ ഒരു എന്താണ് CH3 ഉണ്ടാവുന്നു, പ്ലസ് ഇവിടെ എന്താണ് ഇവിടെ OCH3 പാരാ പൊസിഷനിൽ എന്ത് വരുന്നു, CH3 വരുന്നു. കണ്ടോ, ഇവിടെ ഓർത്തോ മീഥൈൽ അനിസോൾ എന്ന് പറയാം, അല്ലെങ്കിൽ പാരാ മീഥൈൽ അനിസോൾ എന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരെണ്ണം പറയാം. ഇതിനെ വേണേൽ ടുളുവിനാക്കാം. കണ്ടോ, ഇത് മെതോക്സി ടൊളുവിൻ എന്ന് വേണേലും പറയാം. മനസ്സിലായോ? ഓർത്തോ മെതോക്സി ടൊളുവിനും പാരാ മെതോക്സി ടൊളുവിനും തിരിച്ചും പറയാം. ഓക്കെ, നമ്മളിപ്പം അനിസോളിനെ പറ്റിയാണ് പഠിക്കുന്നത് കൊണ്ട് അനിസോളിന്റെ പേരിലാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2-മീഥൈൽ അനിസോൾ എന്ന് പറയാം, അല്ലെ ഓർത്തോ മീഥൈൽ അനിസോൾ എന്നും പറയാം. 2-മീഥൈൽ അനിസോൾ. ഇത് 4-മീഥൈൽ അനിസോൾ. ഓക്കെ ആണല്ലോ.
ഇത് തന്നെയാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും. അസൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CH3CO ഗ്രൂപ്പിനെ, അതാണ് അസൈൽ ഗ്രൂപ്പ്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ CH3 ആഡ് ചെയ്യുന്ന ഭാഗത്ത് COCH3 കൊണ്ടുവന്നു കഴിഞ്ഞാൽ അസൈലേഷൻ ആയി. ഓക്കെ, അപ്പം ഇവിടെ ആൽക്കൈൽ ഹാലൈഡിനെയാണ് ആഡ് ചെയ്തത്. ഇവന്റെ വേണ പേര് എഴുതിയിട്ടോണം. ഇവൻ അനിസോൾ ആണ്, ഇവൻ മീഥൈൽ ക്ലോറൈഡ് ആണ്, മീഥൈൽ ക്ലോറൈഡ് ആണ്. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ് മൂന്നാമത്തേത്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ചെയ്യാൻ പോവാം. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ചെയ്യാൻ പോവാം. ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ചെയ്യുമ്പോൾ ഈ അനിസോളിനകത്ത് അസൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്താൽ മതി. ഒരു ആസിഡ് ഹാലൈഡ് ഉണ്ടോ, ഇവിടെ OCH3 കൊടുക്കുക, ഇവിടെ ഒരു ആസിഡ് ഹാലൈഡ് CH3 C ഡബിൾ ബോണ്ട് OCl, ഇതാണ് അസൈൽ ഹാലൈഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ബോണ്ട് കട്ടാവും. ഈ ബോണ്ട് കട്ടാവുന്നത് എപ്പോൾ, ആരെ ആഡ് ചെയ്യുമ്പോഴാണ്, അൻഹൈഡ്രസ് AlCl3 നെ ആഡ് ചെയ്യുമ്പോൾ ഈ Cl നെ കുറച്ചു നേരം പിടിച്ചു വെച്ചിട്ട് ഈ കാർബൺ വന്ന് ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും വന്നിരിക്കും. ഇതിനെ CH3 C ഡബിൾ ബോണ്ട് ഒന്നും എഴുതൊന്നും വേണ്ട, COCH3 എന്നങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പം ഞാൻ മനസ്സിലാൻ വേണ്ടി അങ്ങനെ നീട്ടി എഴുതിയതാണ്. ഇവിടെ OCH3 വരും, ഓർത്തോ പൊസിഷനിൽ ഒരു COCH3 വരും. അതേപോലെ തന്നെ അടുത്തത് ഇത് എന്താണ്, പാരാ പൊസിഷനിൽ എന്താണ്, ഇതിന്റെ പാരാ പൊസിഷനിൽ ഒരു COCH3 വരും. കണ്ടോ, ഇങ്ങനെയായത് വരും. ഇത് 2-മെഥോക്സി അസറ്റോഫിനോൺ. അതേപോലെ ഇത് 4-മെഥോക്സി അസറ്റോഫിനോൺ. അസറ്റോഫിനോൺ. ഇനി നമ്മുടെ ലാസ്റ്റ് റിയാക്ഷൻ നൈട്രേഷനും കൂടെ ഉള്ളൂ, ചാപ്റ്റർ തീർന്നു. നൈട്രേഷനും കൂടെ എഴുതിക്കോ. നൈട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പലയിടത്തും പഠിച്ചാണ്. നമ്മൾ ഇവിടത്തെ റീജന്റ് ആയിട്ടുള്ള മെത്തോക്സി ബെൻസീന്റെ കൂടെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്താൽ മതി. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3 അതേപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 ആണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. അത് ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് എന്താണ്, OCH3യുടെ ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് പ്ലസ് എന്താണ്, ഈ ബെൻസീൻ റിങ്ങിന്റെ അല്ലെങ്കിൽ OCH3യുടെ പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ്. അപ്പം ഓർത്തോ നൈട്രോ അനിസോളും പാരാ നൈട്രോ അനിസോളും. ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ തീർന്നേ, കംപ്ലീറ്റ് ആയി. ആൽക്കഹോൾ ഫിനോൾ കംപ്ലീറ്റ്.